തർക്കവിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സമസ്ത സബ് കമ്മിറ്റിക്ക് രൂപം കൊടുത്തു. സമസ്ത വൈസ് പ്രസിഡന്റ് എ.ടി. അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ 5-അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിയന്തര മുഷാവറ യോഗം കോഴിക്കോട് ചേർന്നത്. സമസ്തയെ ലീഗ് വൽക്കരിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുകയും സമസ്ത സംരക്ഷണ സമിതി എന്ന പേരിൽ സംഘടന ഉണ്ടാക്കി സമസ്തയെ പിളർക്കാൻ ശ്രമിക്കുകയുമാണ് സമസ്തയിലെ ലീഗ് അനുകൂലികൾ ചെയ്തതെന്നും ഇവർക്കെതിരെ നടപടി വേണമെന്നുമുള്ള സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ആവശ്യവും സാദിഖലി തങ്ങളെ വിമർശിച്ച ഉമർ ഫൈസി മുക്കം അടക്കമുള്ളവരെ പുറത്താക്കണമെന്ന ലീഗ് അനുകൂലികളുടെ ആവശ്യവും ചർച്ച ചെയ്യാനാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അടിയന്തര മുഷാവറ യോഗം വിളിച്ചു ചേർത്തത്. സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ കഴിഞ്ഞ ദിവസം ജാമിയ നൂറിയ സന്നദ്ധ വിതരണ സമ്മേളനത്തിൽ സമസ്തയെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അടിയറ വയ്ക്കില്ലെന്ന് പ്രഖ്യാപിച്ചത് ലീഗിന് തിരിച്ചടിയായി മാറിയിരുന്നു. അതേസമയം മുഷാവറ, സമസ്തയുടെ വാർഷിക സമ്മേളനവും മതകാര്യങ്ങളുമാണ് ചർച്ച ചെയ്തതെന്നായിരുന്നു മതപണ്ഡിതന്മാർ പറഞ്ഞത്. തർക്കവിഷയം ചർച്ച ചെയ്യാൻ 5-അംഗ സമിതിയെ നിയോഗിച്ചതായും അവർ അറിയിച്ചു. സമസ്ത വൈസ് പ്രസിഡന്റ് എം.ടി. അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് കമ്മിറ്റി. തർക്കവിഷയങ്ങൾ ചർച്ച ചെയ്യാതെ സബ് കമ്മിറ്റിക്ക് വിട്ടു. സബ് കമ്മിറ്റി തർക്കവിഷയങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകിയതിനു ശേഷം തുടർ തീരുമാനമുണ്ടാകും. സമസ്ത മുഷാവറ യോഗത്തിൻ്റെതാണ് തീരുമാനം. കൈരളി ന്യൂസ്, കോഴിക്കോട്.